ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ ഒന്ന് പുറത്ത് പോവാണ്. ഡേ ഔട്ടാണ്. നൈറ്റിലാണ് കേട്ടോ പക്ഷേ ഇറങ്ങുന്നത്. ഡേ ഔട്ടല്ല, നൈറ്റ് ഔട്ടാണ്, സോറി. അങ്ങനെ ഞങ്ങൾ പോയത് നെസ്റ്റോയിലാണ്. കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം ഡ്രസ്സൊക്കെ നോക്കാമെന്ന് വിചാരിച്ച് മുകളിലോട്ട് പോയി. അങ്ങനെ ആകെ നടന്നു. പക്ഷേ ഡ്രസ്സുകളൊന്നും കാര്യമായിട്ട് കിട്ടിയില്ല. പക്ഷെ ഒന്നാമതെന്ന് വെച്ചാൽ ഭയങ്കര റേറ്റാണ്. നമ്മളിപ്പോഴുള്ള സാധാരണക്കാർക്കൊന്നും അത്ര അഫോർഡ് ചെയ്യാൻ പറ്റിയ റേറ്റ് ഒന്നുമല്ല. അത്യാവശ്യം റേറ്റ് കൂടുതലാണെന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഞങ്ങൾ എല്ലാ സെക്ഷനിലും പോയി. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളെടുത്തു. കൂട്ടത്തിൽ ഞാൻ പഠിപ്പിച്ച ചെറിയ കുട്ടികളാകുമ്പോൾ പഠിപ്പിച്ച UP ക്ലാസ്സുകളിൽ പഠിപ്പിച്ച കുട്ടികളൊക്കെ ഉണ്ട് അവിടെ സ്റ്റാഫായിട്ടുള്ളത്. അവരോടൊക്കെ കുറച്ച് സംസാരിച്ച് നിന്ന് നമ്മൾ താഴത്തെ ഫ്ലോറിലോട്ട് പോന്നു. മുകളിൽ കാര്യമായിട്ടൊന്നും പർച്ചേസ് ചെയ്യാനും കണ്ടില്ല. അപ്പോൾ നമ്മൾ കസിൻസൊക്കെ പുറകെ ഉണ്ട്. ഞങ്ങളങ്ങനെ പോന്നു. പിന്നെ ഞങ്ങൾ നേരെ എപ്പോഴും ഞങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകുന്നത് അവിടുത്തെ ഫുഡ് സെക്ഷനിലാണ്. അവിടെ നിന്ന് ജ്യൂസ് എടുത്തു. അതിൽ ജ്യൂസിൽ ഇട്ട് വെച്ച് അവിടെ ഐസ് ഉണ്ടായിരുന്നു. ഐസ് നമ്മടുത്ത് കഴിക്കണം. അപ്പം ഞാൻ ചീത്ത പറയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കോർണറിൽ നിന്ന് ഒരു ഡോണറ്റ്സും പിസ്സയും ഫലൂദയും ജ്യൂസൊക്കെ വാങ്ങിച്ച് കഴിച്ചു. അവിടെ നമ്മൾ കാര്യമായിട്ട് പോകുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫുഡ് കഴിക്കാനാണ്. നല്ല ഫുഡ് കുറഞ്ഞ വിലയിൽ കിട്ടുന്ന സ്ഥലമാണ്. എന്നാൽ ടേസ്റ്റിയാണ്. എല്ലാവർക്കും കഴിക്കുകയും ചെയ്യാം, ഇഷ്ടം പോലെ കഴിക്കുകയും ചെയ്യാം. അങ്ങനെ ഞങ്ങൾ കഴിച്ചത് ഒരു ഫലൂദ, ഒരു സ്ട്രോബെറി ഫലൂദയാണ്. അത്ര അപാര ടേസ്റ്റ് പറയാനൊന്നുമില്ല, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. പിസ്സയും കുഴപ്പമില്ലായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായി പിസ്സ. അവർക്കൊക്കെ പിസ്സ ഇഷ്ടമാണ്. അപ്പോൾ അവരെന്നോട് പിസ്സ വാങ്ങിച്ചിട്ട് ചോദിച്ചപ്പോൾ ഞാൻ പിസ്സ വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ നമ്മൾ പിസ്സ കഴിച്ചു. അമ്മുവിന് പിസ്സയും ഇഷ്ടമാണ്, ഡോണറ്റ്സും ഇഷ്ടമാണ്. അപ്പോൾ രണ്ടും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടും കഴിച്ചു. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് റിട്ടേൺ പോന്നപ്പോഴാണ് നമ്മളെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും നമ്മളെ താഴെ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞത്. ഡൗൺ ഫ്ലോറിൽ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കാറുമായിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ തിരിച്ചായപ്പോൾ മാർക്കറ്റിലൂടെ ഇങ്ങനെ പോരുകയാണ്. തിരിച്ചു പോകുന്ന വഴിക്കുള്ള ചോക്ലേറ്റ്സോ എന്തെങ്കിലും കാണുകയാണെങ്കിൽ പർച്ചേസ് ചെയ്യാമെന്ന ഒരു തോട്ടിലാണ് പോരുന്നത്. പക്ഷേ ആർക്കൊന്നും വേണ്ട, വയർ ഫുള്ളായെന്ന് പറഞ്ഞു. അങ്ങനെ താഴെ ഡൗൺ ഫ്ലോറിൽ പാർക്കിങ്ങിൻ്റെ അവിടെ പോയി നമ്മളവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നമ്മൾ നേരെ പോയത് പെരിന്തൽമണ്ണയിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള ഗ്രീൻ ടേബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ്. അങ്ങനെ അങ്ങോട്ട് നമ്മൾ പോയി. നമ്മൾ ഇതുവരെ അവിടെ പോയിട്ടില്ലായിരുന്നു. അപ്പം നമ്മളവിടെ പോയി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ പാർക്കിങ്ങിന് കുറച്ച് ബുദ്ധിമുട്ടി. എന്നാലും എല്ലാവർക്കും ഇത്രയും ആളുകളുള്ളത് കൊണ്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ഹോട്ടലാണ്. അതുകൊണ്ട് നമ്മളങ്ങോട്ട് പോയി. അങ്ങനെ എല്ലാവരും ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മളുടെ മാമ, അതുപോലെ അവരുടെ വൈഫ്, കുട്ടികൾ, പിന്നെ എൻ്റെ ഉമ്മ, മൂത്തമ്മ, അവരുടെ കുട്ടികൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഫുൾ ഫാമിലി ആയിട്ടാണ് പോയത്. ഒരു ഫാമിലി ടുഗദർ പോലെയാണ് പോയത്. നമ്മുടെ ഇടയ്ക്കൊക്കെ ഡിന്നർ കഴിക്കാൻ അങ്ങനെ പോവാറുണ്ട്. അങ്ങനെ എൻട്രൻസിലോട്ട് കയറി. എല്ലാവരും വെയിറ്റിങ്ങിലായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു 10-15 ആളുകളുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അത് സീറ്റ് റെഡിയാക്കി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തു. അങ്ങനെ വെയിറ്റ് ചെയ്ത് അവിടെ കുറച്ച് സമയം ഇരുന്നു. ആ സമയം നമ്മൾ കുറേ സംസാരിച്ച് കുറേ കാര്യങ്ങൾ, നമ്മൾ ഇതുവരെ ചെല്ലാത്തത് കൊണ്ട് നമ്മളവിടുത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെ നോക്കി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഫാമിലി എല്ലാവരും ഉള്ളത് കൊണ്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മളങ്ങോട്ട് ഉള്ളിലോട്ട് കിടക്കാനുള്ള പ്ലാനായിരുന്നു. അങ്ങനെ അവർ നമുക്ക് സീറ്റ് റെഡിയാക്കി തന്നു. സീറ്റ് റെഡിയാക്കി ആദ്യം തന്നത് അവിടെ ഇവിടെയൊക്കെ ആയിരുന്നു. പിന്നെ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് സീറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ സീറ്റ് ഒന്നിച്ച് ആക്കി തന്നു. അങ്ങനെ നമ്മളിപ്പോൾ ഇരിക്കുകയാണ്. പക്ഷെ അത്യാവശ്യം നല്ല വെയിറ്റിംഗ് ഉണ്ട് കേട്ടോ. ഫുഡ് വരാൻ അത്യാവശ്യം നല്ല വെയിറ്റിംഗ് ഉണ്ട്. കാരണം ഇത്രയും ആളുകളുള്ളത് കൊണ്ടും അത്യാവശ്യം തിരക്കുള്ളത് കൊണ്ടുമാണ് ഇത്രയും വെയിറ്റിംഗ് തോന്നുന്നത്. യൂഷ്വലി നമ്മൾ വേറെ റെസ്റ്റോറൻറ്റ്സിലാണ് പോകാറ്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ പുതിയൊരു റെസ്റ്റോറൻറ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങോട്ട് ഒന്ന് പോയി നോക്കണമല്ലോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ പറഞ്ഞ് വെയിറ്റ് ചെയ്യാണ്. നല്ല വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. ആ കുട്ടികൾക്ക് കോക്കാൻഡി വാങ്ങിച്ചായിരുന്നു. അതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം പിടിച്ചു വന്നു. കോക്കാൻഡിക്ക് വെച്ച് അവർ അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ ഫുഡ് വരാൻ വേണ്ടി ഏകദേശം ഒരു 10-15-20 മിനിറ്റ്, അരമണിക്കൂറോളം നന്നായിട്ട് വെയിറ്റ് ചെയ്തു. പക്ഷേ ഇത്രയും ആളുള്ളതുകൊണ്ട് ഒത്തിരി ഫുഡ് വേണ്ടി വരുന്നില്ലതുകൊണ്ട് നമ്മൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്തു എന്ന് പറയാം. അങ്ങനെ ഫസ്റ്റ് അവർ കൊടുത്തു വെച്ച് നമ്മുടെ ചില്ലി കൊണ്ടാട്ടം ചിക്കൻ.
പിന്നെ പൊറോട്ട, മട്ടൻ കറി, പിന്നെ ബട്ടർ ചിക്കൻ, അൽഫാം, അങ്ങനെ ഓരോരോ വിഭവങ്ങളായിട്ട് വരാൻ തുടങ്ങി. പക്ഷേ നമ്മൾ ഓർഡർ ചെയ്ത കുറേ സാധനങ്ങൾ നമ്മൾ ഒത്തിരി പേരുള്ളതുകൊണ്ട് തന്നെ ഓർഡർ ചെയ്ത പല ടൈപ്പ് ഓഫ് സാധനങ്ങളല്ല, എന്നാലും എല്ലാവർക്കും ഒരുപോലെ വേണ്ടത് തന്നെയായിരുന്നു. പക്ഷേ വരാൻ കുറച്ച് ലേറ്റായി. അങ്ങനെ അത് കഴിച്ച് നമ്മൾ ഇറങ്ങി. ഏകദേശം ഇറങ്ങിയപ്പോൾ ഒത്തിരി ലേറ്റായി. പിന്നെ നമ്മൾ ഫാമിലിയായിട്ട് എല്ലാവരും പരസ്പരം യാത്രയൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് എല്ലാവരും അവരവൻ്റെ വീട്ടിലേക്ക് പോകാനിറങ്ങി. അപ്പോൾ ഭയങ്കര രസമായിരുന്നു ഇന്നത്തെ നൈറ്റ്. നമ്മൾ കസിൻസ് ഔട്ടാണ് വിചാരിച്ചതെങ്കിലും, നൈറ്റ് ഔട്ടാണ് വിചാരിച്ചതെങ്കിലും അവസാനം ഫാമിലിയൊക്കെ വന്ന് അത് വൈബാക്കി തന്നു. അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം, സപ്പോർട്ട് ചെയ്യണം. ബൈ.